Hi friends, എല്ലാവർക്കും ഫുഡി ആൻഡ് ജ്യൂസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു നാടൻ തട്ടുകട സ്റ്റൈലിലുള്ള ഒരു ഉള്ളിവടയാണ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. നമുക്കത് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഉള്ളിവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മീഡിയം സൈസിലുള്ള 3 ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പം ഈ ഉള്ളി നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന 3 സവോള നമ്മൾ നന്നായിട്ട് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ചെറുതായിട്ട് നല്ല നൈസായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, കട്ടി കൂടാൻ പാടില്ല. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ചേർക്കേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറിയ കഷ്ണം ഇഞ്ചി ഇതേപോലെ കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഇവിടെ 3 പച്ചമുളക് ഇതേപോലെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കറിവേപ്പില. നമുക്ക് ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ തിരുമ്മി വെച്ചിരിക്കുന്ന ഇതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ മൈദയും ഒരു 4 ടേബിൾ സ്പൂൺ കടലമാവും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഉള്ളിവട തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇനി എണ്ണ നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള ഉള്ളിവട എങ്ങനെയാണ് ഷേപ്പിൽ എടുക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് കുറച്ച് കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഒരു വടയുടെ രൂപത്തിൽ ചെറുതായിട്ടൊന്ന് പരത്തി നല്ല റൗണ്ട് ഷേപ്പിൽ എടുത്തതിന് ശേഷം നമുക്ക് എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതേപോലെ നമുക്ക് അടുത്തതും കൂടെ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിവടയുടെ ഒരു സൈഡ് നല്ലോണം ബ്രൗൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി മറു സൈഡും കൂടി ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉള്ളിവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് നമുക്കെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഈ ഉള്ളിവട റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.